നിലമ്പൂർ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിലേറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയായി ശ്രീമാൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ LDFും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ MLA ശ്രീ M സ്വരാജിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 3ാം മുന്നണിയായ NDA മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു അവർ തുടക്കം. ആ മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായി അവരുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവരെന്തുകൊണ്ടോ വൈമുഖ്യം കാട്ടിയതിൻ്റെ ഫലമായി പുതിയ സംസ്ഥാന നേതൃത്വം വന്നതിന് ശേഷം പോലും അവർക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായി വളരെ ബുദ്ധിമുട്ടുണ്ടായി. അവർക്ക് വലിയ സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചു. എന്തായാലും അവർ ഒടുവിൽ അവരുടെ സഖ്യകക്ഷിയായ BDJSനോട് മത്സരിക്കാൻ പറഞ്ഞു. എന്നാൽ BDJS തുടക്കത്തിൽ സമ്മതിച്ചെങ്കിൽ പോലും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ NDA ആകെ വൈതരണിയിലായപ്പോൾ BJPക്ക് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സ്വാഭാവികമായി പരോക്ഷമായ സമ്മർദ്ദമുണ്ടായി. കാരണം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് പാർട്ടിക്ക് ആകെ ക്ഷീണമാണ്. അത് വല്ലാത്ത വിമർശനത്തിന് ഇടയാക്കും എന്നൊക്കെ അവർ ആലോചിച്ചപ്പോൾ അവർ പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടമായി. അങ്ങനെയാണ് വളരെ രസകരമായ ഒരു അന്വേഷണത്തിൽ അവർ ആദ്യം തുടങ്ങിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉയർന്നു നിൽക്കുന്ന ശ്രീ MT രമേശ് ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായ അഡ്വക്കേറ്റ് ബീന ജോസഫിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് തെറ്റിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് അല്പം കഴിഞ്ഞപ്പോഴാണ് അതൊരു പരാജയപ്പെട്ട ശ്രമമാണെന്ന് ബോധ്യമായത്. അഡ്വക്കേറ്റ് ബീന ജോസഫ് ആദ്യം സമ്മതിച്ചുവെന്ന് അവർ പ്രചരിപ്പിച്ചുവെങ്കിലും തുടർന്ന് അവർ ഞാൻ ഒരു കാരണവശാലും കോൺഗ്രസ് വിടില്ല, ഞാൻ അവരുടെ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ BJP ആകെ വീണ്ടും വൈതരണിയിലായി. ഒടുവിൽ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. അത് നേരത്തെ നടത്തിയ ശ്രമത്തിനേക്കാൾ വളരെയേറെ രസകരവും കൗതുകകരമാണ്. അവർ വലവീശി നടന്ന് ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു സജീവ പ്രവർത്തകനും അവരുടെ സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ മറ്റ് യുവ സമിതികളിലും ഒക്കെ അംഗമായിരുന്ന ഒരു അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അവരിപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്നലെ വരെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ മുൻനിരയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആകെ യോഗ്യതയായി BJP കണ്ടെത്തിയത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. കാരണം നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം കുടിയേറ്റ കർഷകരുടെ നല്ല സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ്. അതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർക്ക് നല്ല വോട്ടൊക്കെ നേടിയെടുക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇപ്പോൾ ഈ മോഹൻ ജോർജിൽ എത്തി നിൽക്കുന്നത്. മോഹൻ ജോർജ് BJPയിൽ അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ BJPക്ക് ഉണ്ടായ ഒരു ഗതികേട് എത്ര വലുതാണ് എന്ന് ആലോചിക്കേണ്ടി വരുന്നു. എന്തായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനായി വേഷം കിട്ടിക്കഴിഞ്ഞു. താമസിയാതെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്നാണ് അറിയുന്നത്. അത് 4ാമത്തെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴും വിവാദ പുരുഷനായി നിൽക്കുന്ന PV അൻവറും രംഗത്തുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. PV അൻവറുമായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ പൊതുസമൂഹം ധാരാളം കേട്ടിരുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം തലേ ദിവസം പറയും ഞാൻ മത്സരിക്കുന്നില്ല, പിറ്റേ ദിവസം പറയും ഞാൻ മത്സരിക്കുന്നു, 3ാം ദിവസം പറയും എനിക്ക് സാമ്പത്തികമായി മത്സരിക്കാനുള്ള സൗകര്യമില്ല, സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. എന്നാലും നമുക്ക് ഈ മത്സര രംഗം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല. അങ്ങനെ വളരെ വളരെ ആശയക്കുഴപ്പത്തിലും മാനസിക വിഭ്രാന്തിയിലും പെട്ടുപോയിരിക്കുന്ന ഒരാളായിട്ടാണ് PV അൻവറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഭാഗത്തൂടെ പറയും എന്തു വന്നാലും പിണറായിസത്തെയും
മരുമോനിസത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. അതിന്റെ പേരിലാണ് ഇടതുപക്ഷ ഭാഗത്ത് നിന്നിരുന്ന അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് പറയുന്നു. അതോടൊപ്പം പറയുന്നു ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF അതിന് സാധ്യമല്ല. UDF അദ്ദേഹം എങ്ങനെയെങ്കിലും കടന്നു കയറാനായി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ UDF തള്ളി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന ഒരു വ്യാമോഹത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കീർണമായ ഒരു ചിത്രമാണ് ഇപ്പോൾ നിലമ്പൂർ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനെന്നുള്ള മട്ടിൽ പാലക്കാട് MLA ആയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രിയിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചു എന്ന ഒരു തരം ആക്ഷേപം അല്ലെങ്കിൽ പരാതി അല്ലെങ്കിൽ ഒരു പരിഹാസം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി എൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായി പോയതാണ്, എന്നെ പാർട്ടി നിയോഗിച്ചതല്ല. അദ്ദേഹത്തെ പോയി സ്വാധീനിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി അദ്ദേഹവും കൂടെ ചേർന്ന് ഈ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ പോയതാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന്റെ നടപടിയെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ ഈ തരത്തിലുള്ള രഹസ്യ ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല എന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംശയവിദേശം എന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചെയ്തത് ശരിയായില്ല. അദ്ദേഹം തനിക്കൊരു ഇളയ സഹോദര തുല്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നന്നായി ഒരു ശാസിക്കും, അല്ലാതെ ഒരു നടപടികളുടെ ഒരു ഭാഗത്തേക്കൊന്നും പോകേണ്ടതായിട്ടില്ല. അദ്ദേഹത്തെ ആ തെറ്റ് ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ഈ അമിത ഉത്സാഹം പാടില്ല എന്ന് തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 4 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. അത് പലതരത്തിലുള്ള സമീപനമാണ് നടക്കുന്നത്. എന്നാൽ നിഷ്പക്ഷമായി രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇത് 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. LDFും UDFും. ഈ PV അൻവറും വളരെ അപ്രസക്തനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. BJPക്ക് അവിടെ യാതൊരു അടിസ്ഥാനവുമില്ല. വളരെ ദയനീയമായ ഒരു ചിത്രമാണ് ഈ BJPയുടെ പുതിയ സ്ഥാനാർത്ഥി ഇപ്പോൾ പുറത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ജനപിന്തുണയും ഇല്ലാത്ത പെട്ടെന്ന് മുളച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ BJPക്ക് സാധാരണ നിലയിൽ കിട്ടുമായിരുന്ന വോട്ട് പോലും ഇപ്പോൾ കിട്ടുമെന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പോരാട്ടം LDFും UDFും തമ്മിലാണ്. അത് വരും ദിവസങ്ങളിൽ ചിത്രം കുറെ കൂടി വ്യക്തമാകും. കാരണം നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള ദിവസം, അവസാന ദിവസം ജൂൺ 2 അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കൂടെ പിൻവലിക്കാനുള്ള അവസരമുണ്ട്. അതിനകത്ത് വെച്ച് എന്തെല്ലാം മാറ്റങ്ങൾ, മറിച്ചിലുകൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. PV അൻവറിന്റെ വാക്കുകളെ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കാൻ പൊതുസമൂഹത്തിനോ രാഷ്ട്രീയ കക്ഷികൾക്കോ തയ്യാറാകുന്നില്ല, അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആകെ കൂടി ഇപ്പോൾ കലങ്ങി തന്നെയാണ് നിലമ്പൂർ മണ്ഡലം നിൽക്കുന്നത്. 2-3 ദിവസങ്ങൾക്കകം അവിടുത്തെ ചിത്രം കുറെ കൂടെ വ്യക്തമാവുകയും ആത്യന്തികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു മത്സരമായി അത് തീരുകയും ചെയ്യും എന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത്.